നരകത്തിലാണ്. പുറത്തു തരണേ. അനുഭവങ്ങളുടെ ഭൗതികത തികയാത്ത പരവതാനിയിലാണ് ഞങ്ങൾ. അവിടുത്തെയുടെ ഔദാര്യം ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വൈകാരികതയുടെ ഹൃത്തടത്തിൽ നിന്ന് അവിടുത്തെയുടെ ക്ഷമയറിയാൻ കഴിയാത്തവരാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, മദീനയുടെ മണൽപ്പരപ്പിലൂടെ മുഖത്ത് പറ്റിയ വേദന വകവെക്കാതെ കയ്യിലുള്ള കാരക്കയുമായി ബത്തൂരിന്റെ വീട്ടിലേക്ക് വന്ന് ഹസനൈനിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കാരക്ക കീറി വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഓ ഹബീബിന്റെ കയ്യിൽ നിന്ന് കാരക്കയുടെ ചീന്ത് വാങ്ങിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ടവർ ലോകമിഷ്ടപ്പെടേണ്ടതാണ്. ഇവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടണേന്ന് പറഞ്ഞ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ വിളിക്കുന്നു. ഹസനൈനിക്ക് കാരക്ക ചീന്തിക്കൊടുക്കുമ്പോഴാണ് തോട്ടത്തിൽ നിന്ന് ഹബീബിന്റെ മുഖത്തടിച്ച അറാബി ആലോചിക്കുന്നു, ഞാൻ അടിച്ച മുഖം സാധാരണമല്ലല്ലോ, അതുല്യമായൊരു പ്രഭയതിലുണ്ട്, അവാച്യമായൊരു സ്വീകാര്യത അവിടെയുണ്ട്, അമ്പിളി തോക്കുന്ന മഹനീയമായ ഭാവമതിലുണ്ട്, പ്രപഞ്ചം നാണം കുടുങ്ങേണ്ട പ്രവിഷ്ടമായ വിശേഷണങ്ങളുണ്ട്. ഇതാരാണ്? മദീനയിൽ വന്ന നബിയാണോ? മദീനയിൽ ഉയർന്ന ദീപമാണോ? ഹിജാസിന്റെ മഹനീയമായ തിരുവെളിച്ചമാണോ? മാലോകരുടെ ഹൃദയത്തിലെ മാലിന്യമാണോ? അറാബി എഴുന്നേറ്റിട്ട് ഒരു പക്ഷേ അതൊരു പ്രവാചകന്റെ മുഖത്താണ് എന്റെ കൈ കൊണ്ടടിച്ചതെങ്കിൽ എന്റെ കൈ എത്ര ഹതഭാഗ്യമാണ് ചെയ്തത്. ഇനി ആ കൈ വേണ്ടാന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് കൈ വെട്ടുകയാണ്. കൈപ്പത്തി വെട്ടിമാറ്റി രക്തം വാർന്ന ബോധരഹിതനായി വഴിയിൽ കിടക്കുമ്പോ ഒരു സംഘം യാത്രക്കാര് വന്ന് വെള്ളം മുഖത്ത് തളിച്ച് ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു, അല്ല എന്തേ ഇവിടെ കിടക്കുന്നത്? മറ്റൊന്നുമല്ല, എന്റെ തോട്ടത്തിൽ വന്ന് ഒരു ജോലി ചെയ്തിട്ട് പോയ ഒരു മഹാന്റെ മുഖത്ത് ഞാൻ അടിച്ചുപോയി, അതൊരു പക്ഷേ പ്രവാചകനാണോ? നൂഴ് കി സാഗർ നൂഴ് കി ജൽവാ നൂഴ് കി ജൽ കാ ഝാ, അതുല്യമായ പ്രഭാവത്തിന്റെ അവാച്യമായ അനുരാഗ സ്പർശങ്ങളെ മാലോകരുടെ മനതലങ്ങളിൽ മധുപോലെ അടയാളപ്പെടുത്തിയ അതുല്യാനുരാഗത്തിന്റെ അവാച്യ കേദാരമേ സലാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ എന്നറിയാതെയാണ് വഴിയാത്രികർ പറഞ്ഞു, എന്നാൽ ആ മദീനയിൽ ഒരു മസ്ജിദുണ്ട്, അതിന്റെ ചാരത്താണ് ആ പ്രവാചകന്റെ വാസം, പോയന്വേഷിച്ചു നോക്കിക്കോ. മുറിഞ്ഞു പോയ കൈയും മറുകൈയിലെടുത്തു പിടിച്ച് നേരെ നടക്കുമ്പോൾ അതാ നിൽക്കുന്നു മസ്ജിദിന്റെ മുറ്റത്ത് അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർക്കൊന്നും വിഷയം അറിയില്ല. അവരോട് ചോദിച്ചു, ഇവിടുത്തെ പ്രവാചകനെവിടെ? അപ്പോഴാണ് പറയുന്നത്, അവിടെയാണ് മകളുടെ വീട്, ഫാത്തിമാന്റെ വീട്, അവിടെയുണ്ടാകും, അങ്ങോട്ട് പോയി നോക്കിക്കോ. അതാ സൽമാനുൽ ഫാരിസി കൂടെ കൂടിയെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ നിവേദനത്തിൽ കൂടെ കൂടിയിട്ട് നേരെ സഹ്റായിന്റെ വീട്ടുമുറ്റത്ത് ചെന്നു നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽക്കൽ മെല്ലെ വിളിച്ചപ്പോൾ, ഞാൻ ചുരുക്കി പറയട്ടെ, ഹബീബ് മടിയിലിരുത്തി അരിമസന്താനങ്ങൾക്ക് കാരക്കയുടെ ചീന്ത് വെച്ചു കൊടുക്കുകയാണ്. എഴുന്നേറ്റ് വന്നു നോക്കിയപ്പോൾ തോട്ടത്തിൽ വെച്ച് അടിച്ച അഅറാബിയാണ്. ഒരു കൈയും മുറിച്ച് മറുകൈയിൽ പിടിച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഹബീബിനോട് പറയുകയാണ്, നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ എന്റെ കൈയൊട്ടിച്ചു തരണം, നിങ്ങൾ സത്യപ്രവാചകനല്ലെങ്കിൽ എനിക്ക് തല്ലിയതിൽ പരാതിയില്ല. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് പുരട്ടിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമബറഅത വസീബൻ ബില്ലംസിറാഹതുഹു വഅത്ലഖത ഖരീബൻ മിൻ ദിഖത്തിൽ ലമനി. ആ കരം സ്പർശിച്ചപ്പോൾ എത്ര രോഗമാണ് മാറിയത് കണ്ടില്ലേ. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് മുഅവ്വിദ് ബിൻ അഫ്റാ റളിയല്ലാഹു അൻഹുവിന്റെ കൈ അബൂജഹൽ വെട്ടിക്കളഞ്ഞപ്പോ കയ്യിൽ പിടിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ കൈ വെട്ടിപ്പോയി, നബിയേ, ഒട്ടിച്ചു തരണേ. നിരവധി രംഗങ്ങളിലില്ലേ കൈയൊട്ടിച്ചു കൊടുത്തു ഹബീബെന്ന്. കണ്ടില്ലേ, തെറിച്ചു കൈവെള്ളയിലേക്ക് വീണ കണ്ണുമായി വന്നപ്പോ, പടച്ചവനെ, എന്റെ സഹാബീദ ഖദ് ഔജഹ നബിയക ബിവജ്ഹി ഫജ്അൽ ഐനഹു. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഐന ഖതാദത മകാനഹു, അതേ സ്ഥലത്ത് വെച്ചു കൊടുത്തിട്ട് തുപ്പുനീര് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചപ്പോ പിൽക്കാല രോഗം കൂടി അഡ്വാൻസ്ഡായി മാറ്റിവെച്ച വിധത്തിൽ കൃത്യമാക്കിയില്ലേ. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന് ശമനം നൽകിയില്ലേ. എത്ര ഉദാഹരണമാണ്. ആ ഹബീബിന്റെ അടുക്കലാണ് അഅറാബിയുടെ വാചകം, എന്റെ കൈയൊന്ന് ഒട്ടിച്ചു തരണേ. കൈയവിടെ വെച്ചു കൊടുക്കുന്നു. ഫഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഓ മുഹിബ്ബീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് സഹിച്ചത്. പെങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞപ്പോ
നീ നിന്റെ മാറും പുറവും കാണിച്ച് അർദ്ധനഗ്നയായി ഹബീബിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ തെരുവിലിറങ്ങുന്നത്? മദീന കരയുന്നില്ലേ മോളെ? നിന്റെ ഐബായയുടെ മുകളിൽ ഒരു തുണ്ടൻ തുണി കൊണ്ട് ആരെയോ ബോധിപ്പിക്കാൻ തലമറയ്ക്കാൻ ശ്രമിച്ചപ്പോ 1000 വട്ടം ഒഴിഞ്ഞു പോകുന്നൊരു കഷ്ണം തുണിയല്ലേ മോളെ നീ ധരിച്ചത്? മദീനയിലെ ഒരു രാജാവ് വേദനിക്കുന്നില്ലേ നിന്റെ പ്രവണതയിൽ? ചെറുപ്പക്കാരാ, കൈവെള്ളയിലുള്ള മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ചിത്രം തെളിയുമ്പോ ഹബീബ് വേദനിക്കുന്നില്ലേ? ആ ഹബീബിനെ ഒന്ന് കാണണ്ടേ മോനെ? ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടേ സഹോദരാ? ആ ഹബീബിനെ ഒന്ന് അനുഭവിക്കണ്ടേ മോനെ? കണ്ടില്ലേ, ദഹബി രേഖപ്പെടുത്തുന്നു സിയറിൽ ബഹുമാനപ്പെട്ട ഉബൈദത്ത് ബിൻ ഉമർ സൽമാനി മിൻ അത്താബിഈൻ മിൻ അസ്ഹാബി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കണ്ടില്ലേ, ഇൻദനാ മിൻ ശഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലി അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് തങ്ങളുടെ വഴിയായി ഞങ്ങളുടെ കയ്യിൽ ഹബീബിന്റെ ഒരു മുടിയുണ്ട്. അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ദഹബിൻ വഫില്ലത്തിൻ ഫിൽ അർദി, ലോകത്തുള്ള എല്ലാ മൂല്യമുള്ളതിനേക്കാളും വലുതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ആ വിശുദ്ധ കേശമുള്ള സ്ഥാപനമല്ലേ നമ്മുടെ മർക്കസ്? ആ ഹബീബിന്റെ മുടി നാവിന്റെ അടിയിൽ വെച്ചിട്ടല്ലേ അനസ് ബിൻ മാലിക് തങ്ങളുടെ ഖബറടക്കപ്പെട്ടതെന്ന് ഇമാം ബുഖാരി. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു കണ്ണിലും പഞ്ഞി വെക്കുന്ന സ്ഥലങ്ങളിലും മുടിയും നഖവും വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്തു എന്ന് അൽ ബിദായ വന്നിഹായ. അങ്ങനെ ഖബറടക്കിയെന്നും ചരിത്രം വിശദീകരണം. അങ്ങനെ ഹബീബിനോട് പ്രണയം കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിനോട് ചുടുചുംബനം കൊടുത്തിട്ട് മതാ അഫൂദു ബിനവറത്തിൻ യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറക ജുഫൂരി, എപ്പോഴാണ് മദീനയുടെ മണ്ണെടുത്ത് കണ്ണിലൊന്ന് സുറുമയണിയുക? എപ്പോഴാണ് മദീനയിലെ രാജനെയൊന്ന് കണ്ടിട്ട് സാന്ത്വനിക്കുക? പെങ്ങളെ, ഹബീബിനെ സ്നേഹിച്ച് ജീവിതം നന്നാക്കണം. സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കാതെ സ്വലാത്ത് ചൊല്ലണം. സിനിമയിലേക്ക് പോകാതെ ഹബീബിനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഖൽബിൽ കയറിയിട്ട് പ്രണയം കൊണ്ട് മദീനത്തേക്ക് ആശിക്കണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടക്കുമ്പോ ഇമാമീങ്ങളെ മുഴുവനും കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ മോളെ? എന്തു രസമാണ് ഹബീബ്! ശമായില് വായിക്കുമ്പോഴല്ലേ സൗന്ദര്യത്തിന്റെ പ്രകാശനം. എന്തു രസമാണ് ഹബീബ്! കണ്ടവരെഴുതുമ്പോഴല്ലേ ആശ്ചര്യപ്പെട്ടു പോകുന്നത്. സാബിത്ത് ബിൻ റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നു. ഹബീബിന്റെ കൈ തട്ടിയ കൈയല്ലേ അനസേ, ഒന്ന് മുത്തിക്കോട്ടെ. തുഫാഹത്തുൻ മസ്സത് ബിയദിൻ മസ്സത് ബിഹാ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ
നബി തട്ടിയ കൈയല്ലേ, അതിൽ വെച്ച ആപ്പിളല്ലേ, കടിക്കാനുള്ളതല്ല മുത്താനുള്ളതാണ്. സാബിത്തുൽ ബുന്നാനി പറഞ്ഞില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് ഹജറുൽ അസ്വദിനെ മുത്തുന്നു. ഹബീബിന്റെ ചുണ്ട് തട്ടിയ സ്ഥലമല്ലേ. മക്കത്ത് പോകാനും കഴിഞ്ഞില്ലെങ്കിൽ ഹജ്ജിന് പോയി വന്ന ഹാജിമാരെ വിളിച്ചു നിർത്തിയിട്ട് വരുന്ന വഴിക്ക് തന്നെ ചുണ്ടത്ത് ചുംബനം കൊടുത്തോ. ഹജറുൽ അസ്വദ് മുത്തിയ ചുണ്ടാണെങ്കിൽ, കാരണം ഹബീബ് ചുംബിച്ച കല്ലിനെ ചുംബിച്ച ചുണ്ടുകളാണ്. അതാണ് അനുരാഗത്തിന്റെ ആത്മീയ ഭാഷ, അതാണ് പ്രണയത്തിന്റെ പ്രകടമായ വഴി, അതാണ് അനുരാഗത്തിന്റെ ആത്മാവിഷ്കാരം, അതാണ് ആത്മസമർപ്പണത്തിന്റെ ജ്വാലകൾ ഉയരുന്ന അനുരാഗ പ്രയാണം, അതാണ് വാചകങ്ങൾക്ക് വഴങ്ങാത്ത വിധേയത്വത്തിന്റെ വിശദീകരണം, അതാണ് വാചകങ്ങൾക്കൊതുങ്ങാത്ത വർണ്ണനകളുടെ വസന്തം, അതാണ് അനുരാഗ രാഗങ്ങളുടെ അലതല്ലുന്ന അലമാലകളോട് ഹൃത്തടത്തിൽ നൽകുന്ന ആത്മചുംബനത്തിന്റെ ആ മർമ്മരങ്ങൾ അവിടെയാണ്. അവിടെയാണ് ഹബീബി വമലാഹി വമശ്റബി വകൽഫി വദിഖാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാനെന്തു പറയാനാണ്? എനിക്ക് മദീനയിലെ മണ്ണിന്റെ വിലയില്ലാത്തവനാണ്. മദീനയിലെ മണ്ണ് കണ്ണിലണിയുന്ന സുർമയേക്കാൾ അമൂല്യമാണ്. ആൾത്താരയിൽ വെക്കുന്ന പേൾസിനേക്കാൾ മുത്തിനേക്കാൾ രത്നമാണ്. ആ മണ്ണ് ചളിയാണെന്ന് പറഞ്ഞാൽ അടികൊടുത്തിട്ട് ജയിൽവാസം കൊടുക്കണമെന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഫത്വ കൊടുത്തതാണ്. ആ മണ്ണിന്റെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ വിലയുണ്ടോ നമുക്ക്? മദീനയുടെ മൂല്യമുണ്ടോ നമുക്ക്? മുഹമ്മദ് കറോസ ഖരീബാ രഹാ ഹേ ബുലന്ദി से अपना नसीबा रहा है. फरिश्तों ये दे दो पैगाम उनको, खबर जाके दे दो उनको फरिश्तों के खादिम क्या खादिम तुम्हारा सईदा रहा है. मदीना 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 बराबर लुत्फ देता है नामे मदीना 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 मदीന. ആ മദീനയുടെ മണൽപ്പരപ്പിലൊന്ന് പിടഞ്ഞു വീഴാനല്ലേ വിശ്വാസി മനസ്സം കൊതിക്കുന്നത്. അവിടുത്തെയുടെ മുമ്പിൽ ചെന്ന് നിന്നല്ലേ വേദന പങ്കുവെക്കുന്നത്. എനിക്ക് പറയാനറിയില്ല, എനിക്ക് പ്രണയമറിയില്ല, എനിക്ക് വാചകമറിയില്ല, ഞാനിവിടെ ഭ്രാന്തനാണ്, എനിക്ക് വാചകങ്ങൾ നിശ്ചയമില്ല, ഞാനിവിടെ ഭ്രമം നഷ്ടപ്പെട്ടു പോയി ചിത്തഭ്രമം സംഭവിച്ചവനാണ്, എനിക്ക് ഭാഷയറിയില്ല, ഒന്നറിയാം, എന്റെ ഹബീബിന്റെ കാൽക്കീഴിലെ ഒരു മണൽത്തരിയായ ഞാൻ സ്വർഗത്തിലെത്തുമേ. റോമിന്റെ കിരീടം വേണ്ട, സാർ ചക്രവർത്തിമാരുടെ സിംഹാസനം വേണ്ട, ഒരു ഭരണാധികാരിയുടെയും തലയിലോ സിംഹാസനത്തിലോ ഇടം വേണ്ട.
എനിക്കെന്റെ രാജാവിന്റെ ചെരുപ്പിന്റെ അടിയിലെ ഒരു മണൽത്തരിയായാൽ പായേ മുസ്തഫാക്കി हम फकीरों को मदीने की जली अच्छी लगी. പാവപ്പെട്ടവർക്ക് മദീനയാണ് അഭയം, അനുരാഗികൾക്ക് ത്വയ്ബയാണ് അഭയം. എല്ലാ ലോകത്തിന്റെയും സമാധാനത്തിന്റെ ഗേഹമാണ് മദീന. I love all this my beloved love. I love the people of Medina. I love the trees in Medina. I love the sands of Medina. I love the streets of Medina. Beauty lies within every atom of Medina. Even the bursting place of Medina. ഈ കാണുന്ന വൃക്ഷങ്ങൾ ചലിക്കുന്നത് മദീനയുടെ രാഗമാണ്. ഈ മണൽത്തരികൾ ഉരസുന്നത് മദീനയോടുള്ള മർമ്മരമാണ്. വാനമ്പാടികൾ, വാനത്തെ ഒരുപാട് ലോകത്തെ പ്രപഞ്ചത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഉപരിലോകത്തെ ചലനങ്ങളെല്ലാം മദീനയോട് വിധേയമാണ്. ഓ ചന്ദ്രനെ, നീ എന്തിനാണ് ഈ മദീനയിൽ പോയി മുകളിൽ നിൽക്കുന്നത്? താഴെ ഹബീബല്ലേ കിടക്കുന്നത്? ക്ഷമിക്കണേ, അതുകൊണ്ടാണ് ഞാൻ മദീനയുടെ മുകളിൽ ചെന്നിട്ട് പിന്നെ ചെറുതായി ചെറുതായി ഇറങ്ങി വന്നിട്ടൊരു നാരുപോലെയാകുന്നത്. ഓ സൂര്യനെ, നീ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നത്? ക്ഷമിക്കണേ, എന്റെ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ ഹബീബിനെ തൊട്ടിട്ടില്ല. ആകാശമേ, നീ ഗമനടിക്കേണ്ടതില്ല. നീ മുകളിലാണെന്ന ഗമ വേണ്ട. എന്റെ പള്ളയിലാണ് ഹബീബെന്ന് ഭൂമിയുടെ ഭാഷ. ഭൂമിയെ, നിനക്ക് മാത്രമുള്ളതല്ല ഹബീബ്. എന്റെ നടുവളഞ്ഞു പോയത് ആ ഹബീബിനോട് വിനയം കാണിച്ചിട്ടാണ്. ആകാശം പറയുന്നു അനുരാഗത്തിന്റെ ആദരണീയ ഭാഷ. ലോകം മുഴുവനും പറയുന്നു പ്രവാചക പ്രണയത്തിന്റെ പ്രമേയം. മനുഷ്യ, ഇതൊരു വികാരമായി വരട്ടെ, മദീനയോടുള്ള വികാരം. ഇവിടുള്ള സാദാത്തുക്കളെ മുഴുവനും ആ വികാരത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കാനുള്ള കണക്റ്റിംഗ് ടിഷ്യൂസാണ്, ബന്ധിപ്പിക്കാനുള്ള തലങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും സമ്മതം വാങ്ങിയത് മദീനയിൽ നിന്നാണ്. എനിക്ക് പറയാനറിയാം, മർക്കസിന്റെ ഉയർച്ച, സാരഥികളുടെ വളർച്ച, സാദാത്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം മദീനയിലെ രാജാവ് നോക്കി നടത്തുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകന്മാരുടെ അനന്തരഗാമിയായ പണ്ഡിതൻ എന്താണ് ചെയ്യുന്നതെന്ന് നേതാവായ നബി നോക്കാതിരിക്കുമോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനോട് മദീനയിലെ രാജാവിനെ സംവദിക്കാൻ തടസ്സമില്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന അനുയായിയോട് സംവദിക്കാൻ തടസ്സമുണ്ടോ? പ്രിയപ്പെട്ട മക്കളല്ല, എതിരാളികളാണ് ഖബറിലെങ്കിലും ഇതാരാണ് എന്നെ അറിയോ എന്ന് ചോദിച്ചിട്ട് നേരിടാൻ. ദൂരം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ഒരു തടസ്സവുമില്ലെങ്കിൽ ഇവിടെയുള്ള പേരമക്കളെ നോക്കാതിരിക്കുമോ ഹബീബ്? അപ്പോൾ എനിക്കറിയാം, നമ്മുടെ താജുൽ ഉലമയെ നോക്കുന്ന സയ്യിദാണ് മദീനയിലെ രാജാവ്. നമ്മുടെ ഖമറുൽ ഉലമയുടെ ചെയ്തികൾക്ക് ഒപ്പുവെച്ചു കൊടുക്കേണ്ട നേതാവാണ് മദീനയിലെ രാജാവ്.
എന്റെയും നിങ്ങളുടെയും പ്രണയങ്ങൾ ആത്മബന്ധനത്തിന്റെ വരിഷ്ഠ തലത്തിൽ കിടന്ന് ഞെരിഞ്ഞ് പിരിഞ്ഞ് ആത്മാർപ്പണം നടത്തപ്പെടേണ്ട മണ്ണാണ് മദീന. ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ ആ മദീനയിലെത്തണം. പറന്ന് പറന്ന് ചിറകൊടിഞ്ഞിട്ട് മദീനയിൽ വീണ ബഖീയിൽ അടങ്ങണം. നടന്ന് കാലൊടിഞ്ഞിട്ട് മദീനയിൽ പോയി വീഴണം. അവിടെ എങ്ങനെയൊക്കെയാണോ അവിടെ ഒരിടം കിട്ടുക, അത് കിട്ടാനൊരു നിയോഗം വേണം. കാരണം എന്റെ ഹബീബ് ചുംബിച്ച മണ്ണ്, അതിലൊന്ന് ചുംബിച്ചു കിടക്കാനാണ് മോഹം. കാരണം എന്റെ ലോകത്തിന് കിട്ടുന്ന എല്ലാ നെഗറ്റീവും ഹബീബിന്റെ അടുക്കൽ ഉയർച്ചയാണ്. അക്ഷരാഭ്യാസമില്ലാത്തവനെന്നത് നമുക്ക് ന്യൂനതയാണ്. ഹബീബിന് വിലാസമാണ്. യതീമായി പോയി എന്നത് നമുക്ക് വിഷമമാണ്. ഹബീബിനത് അഡ്രസ്സാണ്. കാരണം ഹബീബ് യതീമായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഡയറക്റ്റ് തർബിയത്ത് കിട്ടുന്നത്. ആ അനുരാഗത്തിന്റെ ഹബീബിനെ ആത്മലയത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് വരിഷ്ഠമായി ഏറ്റെടുത്ത് ചെല്ലാൻ യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമി നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അമാഖിനാ ഖിമം മിൻ ഇജ്ലാലി വൽ ഇക്റാമി. മുഅ്മിനീങ്ങളെല്ലാം ഒരു മിനിറ്റും എഴുന്നേറ്റ് നിൽക്കുമോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അത് വാചകത്തിലല്ല, അത് കർമ്മത്തിലാകണം, അത് ഖൽബിലാകണം. അബൂ ജഅഫർ ഖത്താനി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും മദീനയിലെത്തുന്ന മഹാനാണ്. ഒരു വർഷം അപകടം പറ്റിയിട്ട് പോകാനായില്ല. കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയുന്നില്ല. ഒരു കത്ത് കൊടുത്തു വിട്ടു മദീനയിലേക്ക്. വഴിയിൽ വെച്ച് കത്ത് നഷ്ടമായി പോയി. രാത്രിയായപ്പോൾ അബൂ ജഅഫർ ഖത്താനി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസല്ലത്തിർ റുഖഅതു ഫഖദ് അവർനാക യാ അബാ ജഅഫർ. ഓ അബൂ ജഅഫറേ, കത്ത് കിട്ടിപ്പോയി, കാരണം അറിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കെന്തെങ്കിലും ഇൽമുള്ളത് കൊണ്ടല്ല, ഞാൻ മുതഅല്ലിമാണ്. പക്ഷേ ഹബീബിനെ കുറിച്ച് 2 വാചകം പറഞ്ഞിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കാണണേ. അബുൽ മവാഹിബ് ശാദുലി കണ്ടെന്ന് സൈനി ദഹ്ലാൻ പറയുന്നുണ്ട്. സുയൂത്തി ഇമാമി 70ലേറെ തവണ കണ്ടെന്ന് ലാലിയിൽ പറയുന്നുണ്ട്. ഗസാലി ഇമാം തങ്ങൾ കണ്ടെന്ന് മുർത്തദൽ ജദീദ് പറയുന്നുണ്ട്. യമനിൽ ഇരുന്ന് സലാം പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് സലാം മുടക്കിയെന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ നൂനിയയുടെ ഐനിയയുടെ വ്യാഖ്യാനത്തിൽ ഹദറമി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊന്നും അർഹതയില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം, ആ മുഖമൊന്ന് പരിചയപ്പെടണേ. ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ശാദുലി കണ്ടപ്പോ പറഞ്ഞു, രാത്രിയും പകലും 1000 വീതം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലേ, അതിന് സമ്മാനമാണ് ഈ കാഴ്ച. നാളെ ഹൗളുൽ കൗസർ തരാം.
ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതിയ ആളല്ലേ. ചെറുപ്പക്കാരെ, അന്യപെണ്ണിനെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. പെങ്ങന്മാരെ, വൃത്തികേടുകൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രിയൊന്ന് കിടന്നുറങ്ങണം. അതാ വരുന്നു മൻ റആനി ഫിന്നൗമി ഫഖദ് റഅൽ ഹഖ്ഖ മൻ റആനി ഫിൽ മനാമി കഅന്നമാ റആനി ഫിൽ യഖളാ ومن رآني فقد رآني فلا يتمثل الشيطان بي. കണ്ടാൽ ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണില്ലെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഗസാലി ഇമാം അതിന്റെ ശൈലികൾ വിശദീകരിച്ചതാണ്. കണ്ട സംഭവം ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, തഫ്താസാനി ഇമാം കണ്ടില്ലേ? ലേഖനം എഴുതുന്നവരെ, അബുൽ ഖാസിമുർ റസാഇ തങ്ങളെ കണ്ടില്ലേ? പ്രസംഗിക്കുന്നവരെ, ഷെറാനി ഇമാം തങ്ങളെ കണ്ടില്ലേ? ആരാധനയിലായി കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരെ, അബുൽ ഹസൻ ശാദിലി തങ്ങളെ കണ്ടില്ലേ? ഇമാമുകളായ ഇമാമുകൾ മുഴുവനും കണ്ടുപോയില്ലേ? അതുകൊണ്ട് എനിക്ക് കാണണം, നമുക്ക് കാണണം, മദീനയിലെ രാജാവിനെ അനുഭവിക്കണം. ഒരു തവണയെങ്കിലും ഹബീബിനെ അല്ല പലതവണ കണ്ടിട്ട് പരിചയം വെച്ചിട്ട് മരിക്കണം. നാളെ ഖബറിൽ ചെല്ലുമ്പ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കണം. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖബർ കുഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള ഖബർ കുഴിക്കണം. കാരണം ഹബീബിനെ കാണുമ്പോ നിൽക്കാനാണ്. അതുപോലെ റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കണം. ഇനി എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് രാജാവ് വരണം. അതുകൊണ്ട് എല്ലാ നേരങ്ങളും തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എനിക്ക് മരിക്കണമെന്ന ബോധം വേണം, നമുക്ക് മരിക്കണമെന്ന വിചാരമുണ്ടാകണം. പെങ്ങളെ, വൃത്തികേടിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കണം. നഫീസത്തുൽ മിസ്രിയ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതുപോലെ കാണണം. റാബിയ റളിയല്ലാഹു അൻഹ കണ്ടതുപോലെ കാണണം. സഫിയ റളിയല്ലാഹു അൻഹ അറിഞ്ഞതുപോലെ അറിയണം. അവസാന ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് റംലി ഇമാം പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളിൽ പെട്ടെന്ന് മരിക്കണേ. ക്ഷമിക്കണേ, ഒരു 2 മിനിറ്റ് ഹബീബിന്റെ കൂടെ പോകാൻ നമുക്ക് അർഹതയില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരുമോ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വിട്ടു നിൽക്കുമോ? റബീഅ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമോ? സെയ്ദ് ബിൻ ഹാരിസ മാറി നിൽക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ ചെരുപ്പ് വിട്ടുതരുമോ? റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കൈമാറിത്തരുമോ? അബൂ ഹുറൈറ തങ്ങൾ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തരുമോ? അങ്ങനെ എല്ലാ മുഹിബ്ബീങ്ങളും അവരവരുടെ റോളിൽ തന്നെ നാളെ നിൽക്കുമ്പോ എനിക്കിടമെവിടെ? നമുക്ക് സ്ഥാനമെവിടെ? ഹബീബ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കിടക്കണം. ഹബീബ് നടക്കുമ്പോഴൊന്ന് തട്ടണം.
സിദ്ദീഖുൽ അക്ബർ തൊട്ട് പിന്നിലൊന്ന് തട്ടിത്തരണം. അങ്ങനെ എല്ലാ ഇമാമിയങ്ങളും കാലുകൊണ്ട് തട്ടി അവസാനം ഉമർ ഖാലി തങ്ങളും കടത്തുമ്പ ഒന്ന് മണൽത്തരിയായി സ്വർഗത്തിലൊന്ന് കയറി കിട്ടണം. ഹബീബ് ചവിട്ടിയതുകൊണ്ട് പുണ്യമുള്ള മണ്ണാണെന്ന നിലക്ക് സ്ഥാനം ലഭിക്കണമെന്നല്ലാതെ ആശിക്കാനിടമില്ല. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. യാ കിറമൽ ഖൽഖി മാ ലിമൻ നലൂലു ബിഹി عنده للهادي الأمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم لك الحمد يا الله لك الحمد يا ربي حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണം റഹ്മാനേ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ക് നൽകണം റഹ്മാനേ. അവിടുത്തെ ഒരുപാട് തവണ കണ്ടു അവിടുത്തെ പരിചയപ്പെട്ട് മരിപ്പിക്കണം റഹ്മാനേ. കാണാൻ പറ്റുന്ന കണ്ണും പ്രേമിക്കാൻ പറ്റുന്ന കൽബും തരണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ സദാത്തുക്കൾ ഉലമാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവർകൾക്കും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾക്കും അതുപോലെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, ആബിദീൻ ബാഫഖി തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, ഇവിടെ ദുആ ചെയ്യുന്ന സയ്യിദ് അവർകൾ, അതുപോലെ ആലിമീങ്ങൾ എല്ലാവർക്കും നീ ഇസ്സത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഒരുപാട് കാലം നിങ്ങൾക്ക് തണൽ നീട്ടിത്തന്നീ സമുദായത്തിന് തണൽ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് മുനവ്വറാക്കണം റഹ്മാനേ. ഇൽമ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അമല് നൽകണം റഹ്മാനേ. സഫാഉള്ള ഖൽബാക്കണം റഹ്മാനേ. മരിക്കുന്നതുവരെ നിന്റെ ദീനിന്റെയും ഇൽമിന്റെയും ഖിദ്മത്തിലായി ഇഖ്ലാസോടെ നിലകൊള്ളാൻ കഴിവും അർഹതയും യോഗ്യതയും ഇൽമും തൗഫീഖും ഔദാര്യമായി നൽകണം റഹ്മാനേ. റബ്ബേ, ഈ സ്ഥാപനവും അനുബന്ധ സ്ഥാപനങ്ങളും ഇതിന് കീഴിൽ ലോകത്തിന്റെ നാനാദിക്കിലും നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടെ നിലനിർത്തി തരണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ സംഭാവനകൾ നൽകിയവർ, പ്രത്യേകം ഓർമ്മിപ്പിച്ചവർ, ഇന്ന് മർക്കസിൽ വയലായതുകൊണ്ട് പ്രത്യേകം പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനേ. അർഹമുർറാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ ഇന്നേ വരെ എല്ലാ വിധേനയും സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനേ. അലീമായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ, സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും
സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സ്നേഹിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനേ. ഇന്നീ മജ്‌ലിസിൽ ദുആക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചവർ, അതുപോലെ ഒരു പണ്ഡിത സുഹൃത്ത്, അവിടുന്ന് പിതാവ് മരണപ്പെട്ടു പോയി, ഈ മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം ദുആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആ പിതാവിന്റെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. കഴിഞ്ഞ കാലത്ത് ഇതിന് നേതൃത്വം നൽകിയ സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. പേര് പറഞ്ഞാൽ തീരില്ല. നമുക്കെല്ലാവർക്കും കൽബിലുള്ളവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് വേലത്തുടങ്ങൾ മുതൽ ഇങ്ങോട്ട് സാദാത്തുക്കളും, അതുപോലെ തന്നെ എന്തോണ ഉസ്താദ്, ചെറുസോല ഉസ്താദ് മുതലുള്ള ആലിമീങ്ങളും, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ശൈഖുനാ അവറുകളും എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്. അവർക്ക് കഴിവുള്ള ഖബറുകളിൽ നേരം പോക്കിന് പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാത്തിലും ഉപരി ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാമിലായ ഈമാൻ നീ നൽകണം റഹ്മാനേ. ഹബീബിന്റെ മദ്ഹ് പറയുമ്പോ വല്ല വാക്കിലോ പ്രയോഗത്തിലോ പിഴവ് സംഭവിച്ചെങ്കിൽ ഔദാര്യം കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഓൺലൈനിലൂടെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ആമീൻ പറയുന്നവർ, വളരെ കേട്ടവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ഹബീബിന്റെ മദ്ഹ് മരണം വരെ പറയാൻ വാഫിറായ ഹല്ല് നൽകണം റഹ്മാനേ. ഉമ്മവന്യന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അവരുടെ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കണേ റഹ്മാനേ. ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഇന്ന് വിഭവ സമാഹരണവുമായി ഇവിടെ എത്തിയ ആളുകൾ, അതിന് കൊടുത്തേക്കവരും കൊണ്ടുവന്നവരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതുപോലെ എല്ലാവിധത്തിലും സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നിവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കവറുകൾ